ദിലീപ് കുമാർ രാജ്യം കണ്ട ഏറ്റവും വലിയ അതികായൻ, വളർച്ചയുടെ കൊടുമുടിയിൽ കയറിയപ്പോഴും സാധാരണക്കാരനും പട്ടിണി പാവങ്ങളുമായ ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ച അതികായൻ. ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത പൊതുപ്രവർത്തകനാണ്. SKN മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ വിലാപയാത്ര ഇപ്പോൾ മോട്ടിലാൽ വോറ മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് നീങ്ങുകയാണ്. വിലാപയാത്രയെ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമാണ് അനുഗമിക്കുന്നത്. ഈ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം അല്പസമയം അവിടെ പൊതുദർശന സൗകര്യമുണ്ടാകും. അതിനുശേഷമായിരിക്കും യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിലേക്ക് ഈ മൃതശരീരം കൊണ്ടുവരിക. അവിടെ നിഗംബോധ് ഘട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ. സംസ്കാരം അവിടെ സ്മാരകം അനുവദിക്കണം എന്ന ആവശ്യം കോൺഗ്രസ് തന്നെ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു നിമിഷം, ഈ വാഹന വ്യൂഹം ഇപ്പോൾ AICC ആസ്ഥാനത്തിന് തൊട്ട് മുൻപിൽ എത്തിക്കഴിഞ്ഞു. അവിടെ നിന്ന് നിതിൻ അംബുജൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നിതിൻ, ഈ വിലാപയാത്രയുടെ ഒരുപക്ഷെ ചരിത്രത്തിലേക്ക് ചേക്കേറുന്ന ഒരു നിമിഷമാണിത്. രാജ്യം, ലോകത്തിന് തന്നെ മാതൃകയായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം നൽകുന്ന വലിയ ആദരവിൻ്റെ സൂചനകളാണിത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN തീർച്ചയായും മൻമോഹൻ സിംഗിന്റെ ഭൗതികശരീരം ഇപ്പോൾ ഇവിടെ AICC ആസ്ഥാനത്തിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിന്റെ വാഹനം ഇപ്പോൾ ഉള്ളിലേക്ക് കയറും. നമുക്കിപ്പോൾ കാണാം, സൈന്യത്തിന്റെ പ്രത്യേക സജ്ജമാക്കിയ വാഹനമാണ് AICC ആസ്ഥാനത്തിന് മുന്നിലെത്തിയിരിക്കുന്നത്. ലോകം ആദരിക്കുന്ന സാമ്പത്തിക വിദഗ്ധൻ, പ്രധാനമന്ത്രി എന്ന നിലയിലടക്കം പ്രവർത്തിച്ച മൻമോഹൻ സിംഗിന് അങ്ങനെ രാജ്യം വിട നൽകാൻ ഒരുങ്ങുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ സൈനിക വാഹനം AICC ആസ്ഥാനത്ത് മുന്നിലെത്തിയിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തവണകളായി അദ്ദേഹം പല നിർണായക ചർച്ചകൾക്കൊക്കെ വന്ന AICC ആസ്ഥാനത്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഇവിടെ എത്തുന്നു. നമുക്കറിയാം, മെനഞ്ഞാന്ന് രാത്രിയായിരുന്നു അദ്ദേഹം വിട പറഞ്ഞത്. അതിനുശേഷം ഇന്നലെ എല്ലാം തന്നെ ഭൗതിക ശരീരം വസതിയിൽ സൂക്ഷിക്കുകയായിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 8 മണിക്ക് ഈ AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്നായിരുന്നു സമീക്രമം നിശ്ചയിച്ചത്. പക്ഷേ അതല്പം വൈകിയിട്ടുണ്ട്. ഇപ്പോൾ AICC ആസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 1 മണിക്കൂർ പൊതുദർശനം വെക്കും. അതിനുശേഷമാകും നിഗംബോധ് ഘട്ടിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സൈന്യത്തിന്റെ പൂർണ്ണ ബഹുമതികളോടുകൂടിയുള്ള സംസ്കാര ചടങ്ങാണ് നടക്കുക. അദ്ദേഹത്തിന്റെ മകൾ ഈ ഒരു സൈനിക വാഹനത്തിലുണ്ട്. അതിന് തൊട്ടു പിന്നിലായി അദ്ദേഹത്തിന്റെ ഭാര്യയും അടക്കം ഈ ഒരു വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ഇതിനെ തന്നെ AICC ആസ്ഥാനത്തുണ്ട്. മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ, ഏതാണ്ട് 100 കണക്കിന് പ്രവർത്തകർ ഈ സൈനിക വാഹനത്തിനെ അനുഗമിച്ചുകൊണ്ട് ഇപ്പോൾ AICC ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. വാഹനം ഇപ്പോൾ AICC ആസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ ഈ പ്രത്യേക സജ്ജമാക്കിയ കെട്ടിട സമുച്ചയത്തിന് മുന്നിൽ ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രനുണ്ട്. സമുന്നതരായ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട ചൊല്ലാൻ തയ്യാറായി അവിടെ നിൽക്കുകയാണ്. രാജ്യം മുഴുവൻ തലകുനിച്ച് ആദരവ് അറിയിക്കുന്ന ഈ നിമിഷത്തിൽ ശ്രീനാഥ് ചന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീനാഥ്, ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയായിരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ലിബറലൈസേഷൻ പോലെ സങ്കീർണമായ ഒരു നയത്തെ വളരെ ലളിതവൽക്കരിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ മോചനത്തിന് വേണ്ടി ശ്രമിച്ച, ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച, അക്ഷീണമെത്തിച്ച, സമാനതകളില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പിന്മുറക്കാരൻ എന്ന് പറയാവുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകാൻ ഒരുങ്ങുമ്പോൾ AICC ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ഏറ്റവും അവസാനം നൽകാൻ കഴിയുന്ന വിവരം എന്തൊക്കെയാണ്?